my cuties, it's me Neerja, Indian Secret Foodie. Welcome back to my YouTube channel. എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഞാൻ ഇപ്പോൾ ഒരു ടെമ്പിളിൽ പോയിട്ട് വന്ന ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഇങ്ങനെയുള്ള മുഖം, ഈ മുഖം നിങ്ങൾ കണ്ടല്ലോ, പുട്ടിയൊക്കെ ഞാൻ വാരി അപ്പി വെച്ചു, എൻ്റെ കണ്ണൊക്കെ കണ്ടല്ലോ. ഇങ്ങനെയുള്ള മുഖം ഞാൻ എങ്ങനെയാണ് ഒരു നൈറ്റ് റൂട്ടീൻ ചെയ്യുന്നത്, അതായത് ഈ മേക്കപ്പൊക്കെ എങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിനുശേഷം ഞാൻ നൈറ്റ് റൂട്ടീനായിട്ട് എൻ്റെ ഫേസിൽ ഞാൻ എന്തൊക്കെയാണ് ഇടുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ടെമ്പിളിൽ നിന്ന് വന്ന് താഴെ പോയി കുക്കിംഗ് ഒക്കെ ചെയ്ത് എന്നിട്ട് ഫേസ് ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു നൈറ്റ് റൂട്ടീൻ അല്ലെങ്കിൽ നൈറ്റിൽ എൻ്റെ ഫേസ് കെയറിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം പിമ്പിൾസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞല്ലോ. പക്ഷേ നൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ മോർണിംഗ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പിമ്പിൾസിന് നല്ല മാറ്റം വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്ത് എന്താണ് ചെയ്യുന്നതെന്ന് മുതൽ കാണിച്ചു തരാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. മുഖം അതപ്പോൾ ഞാൻ ടെമ്പിളിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി, മുഖം നിറയെ നല്ല കട്ടയ്ക്ക് മേക്കപ്പ്, കരിയൊക്കെ കണ്ണൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് കണ്ണൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മേക്കപ്പ് കൂടെ റിമൂവ് ചെയ്യുന്നത് ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആയിട്ട് കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന മുഖം എങ്ങനെയാണ് നോർമൽ രീതിയിലായിട്ട് ഞാൻ എന്തൊക്കെയാണ് നൈറ്റ് റൂട്ടീൻ ചെയ്യുന്നത്. എൻ്റെ പിമ്പിൾസ് ഉള്ള ഫേസാണ്, ഇപ്പം കുറേ പിമ്പിൾസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ നൈറ്റ് റൂട്ടീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ ടെമ്പിളിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തലമുടി, കാരണം മുടി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ തുമ്പ് ഭാഗം മാത്രം. കാരണം എൻ്റെ മുടി സ്ട്രൈറ്റ് അല്ലേ, എനിക്കങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പം എന്നാലും ഇങ്ങനെയൊന്നും ബ്ലോ ഡ്രൈ ചെയ്താൽ വരത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ടേ കിടക്കത്തുള്ളൂ. അപ്പം ഞാൻ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുടി ഇന്നിപ്പോൾ ഒന്നും ചെയ്യില്ല, കാരണം നമ്മൾ രാവിലെ കുളിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ നൈറ്റ് റൂട്ടീനൊക്കെ ചെയ്യുന്നതിന് മുന്നിലേ നമ്മൾ മുടി ഒന്ന് വാരി പിടിച്ച് കെട്ടാം. അതായത് മുടിയൊക്കെ നമുക്ക് മുഖത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കിടക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമല്ല, എന്താണ്, മുടി ഇങ്ങനെ വന്ന് വീഴുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലെ കരിയും ഫേസ് കെയർ മറ്റേ ഫേസൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമ്മൾ പൊട്ട് ഊരി മാറ്റുക. കാരണം പൊട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ കെയർ റൂമിൽ വെച്ചുകൊണ്ട് പോകാനുള്ളതാണ്. പൊട്ടൂരി മാറ്റിയതിനു ശേഷം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുഖം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മേക്കപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ കണ്ണിലാണ്. കാരണം കണ്ണിൻ്റെ കരി ഞാൻ എത്ര വാഷ് ചെയ്ത് കളഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ കണ്ണിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ കരി ഇങ്ങനെ പടർന്നിരിക്കും. ബിക്കോസ് എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ലൈൻ, ഈ ഒരു ലൈനും ഞാൻ നല്ലപോലെ കരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഐ മേക്കപ്പ് റിമൂവറാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 7C എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇത് ഇവിടെ നിന്ന് മേടിച്ച ഒരു ബ്രാൻഡാണ്. എൻ്റെ പെർഫെക്റ്റ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടൊരു ഐ ആൻഡ് ലിപ്പ് മേക്കപ്പ് റിമൂവറാണിത്. അപ്പം ഞാൻ 2 കോട്ടൺ പാഡിലും ആവശ്യത്തിനുള്ള സാധനം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നമേ ഇല്ല, നമുക്ക് പോയി മുഖം അങ്ങ് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ 2 കോട്ടൺ പാഡിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ ചെയ്ത്, കാരണം നമ്മൾ കണ്ണ് ഭയങ്കര സോഫ്റ്റ് അല്ലേ. ഇപ്പം എനിക്ക് തന്നെ കണ്ണ് വേദനിക്കും. ഞാൻ കാണിച്ചു തരാം ഏകദേശം ഞാൻ കണ്ണ് തുടച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന്. ഇതാണ് എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഗൈസ്. എന്നിട്ട് പോയിട്ടില്ല, നമ്മൾ 2 സൈഡും മാറി തുടച്ചു കൊടുക്കുക. കാരണം ഈ കണ്ണിൻ്റെ കരി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണിൻ്റെ അകത്താണ് കൂടുതൽ സ്മജ് ചെയ്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ അകത്തുനിന്ന് രാവിലെ ഉറക്കമണിക്കുമ്പോൾ കരി താഴോട്ട് ഇങ്ങനെ പടർന്ന് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്, നല്ലപോലെ തുടച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ടോയ്ലറ്റിലോട്ട് പോകാം. ടോയ്ലറ്റിലോട്ട് പോകുന്നതിന് മുന്നിലേ ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ മുഖം ക്ലെൻസ് 2 തവണ ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നിലേ ഞാൻ മേക്കപ്പ്, നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒരുപാട് തോതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർണിയർ സ്കിൻ ആക്റ്റീവിൻ്റെ മിനറൽ പ്യൂരിഫൈ ജെല്ലി വാട്ടർ യൂസ് ചെയ്ത്
നന്നായിട്ടൊന്ന് ചെയ്യും. ഇത് കിട്ടില്ല സാധനമുണ്ട് വിത്ത് ചാർക്കോൾ. ഇത് മേക്കപ്പ് റിമൂവർ അല്ല, പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് നോ റൈസ് ഓഫ്, നോ വിസിബിൾ റെഡ്യൂസ് ഫേസ്, ഐസ് ആൻഡ് ലിപ്സ്. പിന്നെ ഓൾ ഇൻ വൺ ക്ലെൻസർ. ഇതൊരു ക്ലെൻസറാണ്. പിന്നെ റിമൂവ് മേക്കപ്പ്, റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ്. കണ്ടോ, നല്ലൊരു സാധനമാണ്. ഞാൻ വാങ്ങിച്ചതിന് ശേഷം കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ഞാൻ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണല്ലോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരു തോതിൽ എടുത്തതിന് ശേഷം ഇവിടെയും 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 ഇവിടെയൊക്കെ തേച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്ത്. ഇതിൽ തന്നെ നല്ലോണം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മേക്കപ്പൊക്കെ ഇളകി വരും. പക്ഷെ എന്നാലും നമ്മൾ അതിന് ശേഷം മുഖം നല്ലോണം വാഷ് ചെയ്യണം. അങ്ങനത്തെ ഒരു ശീലം എല്ലാവർക്കും വേണം, മുഖം വാഷ് ചെയ്യുന്ന ശീലം. എനിക്കുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. കണ്ടോ, ഏകദേശം നല്ലോണം മേക്കപ്പൊക്കെ ഇളകുന്നുണ്ട്. വീണ്ടും ഞാൻ കണ്ണിലൊക്കെ നല്ലപോലെ ആക്കുന്നുണ്ട്, കാരണം എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാവരും കണ്ണും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നോർമലി, പക്ഷെ എൻ്റെ കണ്ണ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. സോ ഇത് മതി, ബാക്കി നമുക്ക് പൊടിച്ചാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് തുടച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും. മേക്കപ്പ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്, കാരണം ഇതൊരു ക്ലെൻസറാണ്. ഇനി നമ്മളൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. പോയി നല്ല രീതിയിൽ പോയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് പ്രൊസീജിയർ. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ആണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു, ഞാൻ മേക്കപ്പ് ഇടാത്ത ദിവസങ്ങളിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഡീപ്പ് ആക്ഷൻ ക്രീം വാഷാണ്. ഇതൊരു ക്ലെൻസർ അല്ല, ഒരു ക്രീം വാഷാണ്. ഇതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട്. അതായത് പിമ്പിൾസ് ഉള്ളവർക്കും ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഒരു സാധനം ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 മാസമായിട്ട് എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ്റെ ഫേസ് വാഷ് ആണ് ഈ ലോറിയൽ പാരീസിൻ്റെ ബ്രൈറ്റ് റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ്. ഇത് സ്പോട്ട് ഫെയ്ഡിങ് ആണ്, സിറം ഇൻ ക്ലെൻസർ. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വാവ്. അതിനേക്കാളും വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നൈസിനമൈഡ് ഓയിലും പിന്നെ സാലിസിലിക് ആസിഡാണ് ഇതിലുള്ളത്. ഇതിൽ 51% ബ്ലെമിഷിങ് ഇത് കൺട്രോൾ ചെയ്യും. പിന്നെ 57% പോസ്റ്റ് ആക്നി മാർക്സ് കൺട്രോൾ ചെയ്യും. പിന്നെ എക്സസ് ഓയിൽ, എൻ്റെ നല്ല ഓയിൽ സ്കിന്നാണ്. ഇതെനിക്ക് നല്ല റിസൾട്ട് വെച്ചാൽ നല്ല ക്ലിയർ റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു കുറച്ചെടുത്തതിന് ശേഷം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യുകയാണ്. കാരണം നമ്മളിപ്പോൾ ക്ലെൻസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്ലെൻസിങ് ആണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ച് നല്ലോണം ഡ്രൈ ആവും. നല്ലോണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആവും. ഇപ്പോഴും ഭയങ്കര ജെൻറ്റിലായിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഫേസ് സ്ക്രബും അതും ഇതും ഒക്കെ ചെയ്യേണ്ടത്. കുറേ നാളോട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, പക്ഷെ നടക്കുന്നില്ല. ഇന്നാണ് എനിക്കതിൻ്റെ ഒരു അവസരം കിട്ടിയത്. UK ആൾക്കാർ ഇങ്ങനെ ഫേസ് കെയറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര കുറവാണ്, നോളജ് കുറവാണ്, നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഇതൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് മുഖം കഴുകി ഒന്ന് ടവൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വെള്ളമൊക്കെ ഡ്രൈ ചെയ്താൽ, അല്ലെങ്കിൽ തനി അങ്ങ് ഉണങ്ങാൻ വിടാം. തനി ഉണങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഫേസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണല്ലോ, അടുത്ത ഞാനൊരു ലിപ് സ്ക്രബ് ഇടാറുണ്ട്. അപ്പം ഈ ഒരു ലിപ് സ്ക്രബ് പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽറ്റ് എന്ന് പറഞ്ഞിട്ട് വേഗനാണ് ലിപ് സ്ക്രബ്. അടിപൊളി സ്ക്രബാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 299 റുപ്പീസ് എന്തോ ആണ്. നല്ല കിരികിരികിരികിര ആവും, നല്ല റെഡിഷ് കളറാണ്. ഞാൻ ലിപ് സ്ക്രബ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നല്ലപോലെ കണ്ട, കാരണം ഒരുപാട് ലിപ്സ്റ്റിക്കും, പിന്നെ എൻ്റെ ലിപ്പ് ഓൾറെഡി ഡ്രൈ ആൻഡ് മറ്റേ പീൽ ഓഫ് ചെയ്യുന്നൊരു ലിപ്പാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 2 തവണയെങ്കിലും ലിപ് സ്ക്രബ് ചെയ്യണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ലിപ് സ്ക്രബ് ചെയ്ത് നമ്മളത് തുടച്ച് കളഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് മാസ്ക് ഇടുക. വീക്കിലി വൺസ് ഫേസ് മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങളാണ് ഇത്രയും. പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞു, ഇതുവരെ ഇട്ടിട്ടില്ല. എക്സ്പയറി ഒക്കെ നോക്കി, എക്സ്പയറി ഒക്കെ 2025 വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് മാസ്ക് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യും.
ഞാൻ കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഇങ്ങനെ എന്താണ് നേരെ ഇരിക്കങ്ങട്. എന്തൊക്കെ പറയാം, ഞാൻ കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒന്ന് എടുക്കുവാണേ. ഓക്കെ ഗ്രീൻ ടീ അലോവേര എൻ്റെ ഫേസ് വാഷാണ്, പക്ഷെ ഫേസ് മാസ്ക് ആണ് ഇതല്ല. പക്ഷെ ഞാൻ മനസ്സിൽ ആലോചിച്ചിട്ട് കുഴപ്പമില്ല. റൈസ് വാട്ടറിൻ്റെ ഒരു ഫേസ് മാസ്ക് ഉണ്ട്. അപ്പോൾ റൈസ് വാട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഫേസ് മാസ്ക് ഞാൻ എടുക്കുന്നു. ഓക്കെ, തുറക്കുന്നു. ഇത് ലൈക്ക് എല്ലാം ഗാർണിയർ നൈക്കേൻ്റെ ഉണ്ടോ. ഞാൻ നാട്ടിലെ ലുലു മോളിൽ നൈക്കയിൽ പോയപ്പോൾ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 5 എടുത്താൽ 5 ഫ്രീ, അതായത് 1 എടുത്താൽ 1 ഫ്രീ. അങ്ങനെ ഞാൻ 5 എടുത്ത് 5 ഫ്രീ കിട്ടി ഗൈസ്, 5 ഫ്രീ കിട്ടി. സോ ഞാൻ ഇതിങ്ങനെ ഇടാൻ പോവാണ്. 500 റുപ്പീസ്, ഒരെണ്ണത്തിന് 100 പൗണ്ട് വെച്ചിട്ട് 500 രൂപയായി. എന്നാലും നമ്മൾ പൈസ നോക്കില്ല, നമ്മുടെ സ്കിന്നല്ലേ വലുതെന്ന് പറഞ്ഞിട്ടും. ഭയങ്കര തണുപ്പ് കഴിച്ചു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഈ തണുപ്പ് കൂടെ ആകുമ്പോഴത്തേക്കും സെറ്റ് സായി. നല്ല രസമുണ്ട്. ഓവനായിട്ടിട്ട് കിടക്കുകയൊന്നും ചെയ്യരുത്, മണ്ടത്തരമൊന്നും കാണിക്കരുത്. അതൊക്കെ മറ്റേ കൊളാജിൻ മാസ്കൊക്കെ അങ്ങനെ ചെയ്യാവും. ഓക്കെ, ഇനി ഇതൊരു ഉണങ്ങിയിട്ട് വന്ന് നിങ്ങളെ കാണിക്കാം. ബൈ. സോറി ഗൈസ്, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് ഓൾറെഡി ഡ്രൈ ആയി. അപ്പം ഞാനിതൊന്ന് ഇളക്കുവാണ്, കാരണം കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കാൻ എനിക്കുള്ള ഒരു ടൈം എനിക്കില്ല, നാളെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ ആയതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത്, ഞാനൊരു ഫേസ് മസാജ് ചെയ്ത് കൊടുക്കും. കാരണം എനിക്കിങ്ങനെ ഡബിൾ ചിന്ന് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കും. വലുതായിട്ടൊന്നുമില്ല, ഞാൻ എന്തൊക്കെയോ ഒരു വീഡിയോ കണ്ട രീതിയിൽ ഡബിൾ ചിന്നിൻ്റെയും പിന്നെ ഫേസിൻ്റെ ഷേപ്പിൻ്റെതും വേണ്ടിയിട്ടുള്ള കുറച്ച് മസാജ് ആയിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സാധനമാണ് കൊറിയൻ ഈ ഒരു മെറ്റീരിയൽ. ഇത് വെച്ചിട്ട് ഞാൻ ഒന്നിങ്ങനെ എല്ലാ ദിവസമൊന്നുമില്ല, ഫസ്റ്റ് വാങ്ങിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം വല്ലപ്പോഴും കുറച്ച് ദിവസം മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ ഫേസിൽ ഇട്ടേക്കുന്ന നല്ല സാധനമായതുകൊണ്ട് ഡ്രൈ ആയാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫേസിൽ തന്നെ അത് മോയിഷാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ഈ കൊറിയൻ്റെ ഈ ഒരു സാധനം, ഇതൊരു മെറ്റീരിയലാണ്. ഇത് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ. ഇത് റിസൾട്ട് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ ഞാനിത് യൂസ് ചെയ്യും, എപ്പോഴൊന്നും യൂസ് ചെയ്യത്തില്ല, വല്ലപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യും. പിന്നെ കണ്ണിലാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പതിയെ ഇങ്ങനെ ചെയ്യാം. നല്ലതാണ് ഗൈസ്, കണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡബിൾ ചിന്നാണ് ഗൈസ് എൻ്റെ പ്രശ്നം. ഇത് കുറയുന്നില്ല, കൂടുന്നുള്ളതുകൊണ്ട് എനിക്കങ്ങ് കുറയുന്നില്ല. അപ്പം ഞാനിത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫേസിലിട്ടേക്കുന്ന സാധനം എല്ലായിടത്തും പിടിപ്പിക്കും. കഴുത്തിൻ്റെ പുറകിലും എല്ലാം തേച്ച് പിടിപ്പിക്കും. എൻ്റെ കണ്ണിങ്ങോട്ടാവുന്നത്, എൻ്റെ ഇവിടെയാണ് എൻ്റെ കണ്ണാടി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ കണ്ണിങ്ങോട്ടാവുന്നത്. ഓക്കെ, ഇതൊന്ന് സെറ്റായിട്ട് നല്ല ഒരു ഹൈഡ്രേറ്റ് ഫീൽ ചെയ്യും. നല്ല ഒരു ലൈക്ക് എൻ്റെ സ്കിന്ന് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആവും. ആ ഡ്രൈ ആവുന്ന സ്കിന്ന് ഞാനൊന്ന് ഡബിൾ ക്ലെൻസൊക്കെ ഈ ഒരു സാധനം ഇടുമ്പോഴത്തേക്കും നല്ല മോയിസ്റ്റ് ആയിരിക്കും. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ സീറം. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ റെറ്റിനോൾ സീറം യൂസ് ചെയ്യണം. ഒരു ചെറിയ തോത് എടുക്കാവുള്ളൂ, കണ്ണിൻ്റെ താഴെ മുകളിലൊന്നും തേക്കരുത്. ഇത് നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ റെറ്റിനോൾ സീറമാണ്. അപ്പോൾ നമുക്ക് കുരുവുള്ള ഭാഗത്ത് മാത്രം കുറച്ച് തേച്ച് കൊടുക്കാം, എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ താഴെ, ചുണ്ടിൻ്റെ ഇവിടെ. കാരണം നമുക്കൊരു നോർമലായിട്ടുള്ള ചെറിയ സ്കിൻ, അതായത് ചെറിയ രീതിയിൽ തൊലി കട്ടി കുറഞ്ഞ ഭാഗത്തൊന്നും നമ്മൾ റെറ്റിനോൾ സിറം യൂസ് ചെയ്യരുത്. ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇട്ടതിന് ശേഷം ഈ ഒരു സിറവും നമ്മുടെ കോസറക്സിൻ്റെ സ്നെയിൽ ക്രീം ഇട്ടതിന് ശേഷമാണ് എൻ്റെ പിമ്പിൾസൊക്കെ നല്ല മാറ്റം വന്നത്. അത് മോർണിംഗ് റൊട്ടീനിലാണ് കോസറക്സിൻ്റെ സ്കിൻ സിറം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിട്ട് കഴിഞ്ഞു. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഗൈക്കോളിക് ആസിഡ് ക്രീമാണ്. ഇതും ഒരു ചെറിയ തോതിലെടുത്തതിന് ശേഷം നമ്മുടെ പിമ്പിൾസ് വന്ന മാർക്സൊക്കെ മാറാൻ ഇത് ഭയങ്കര കിടിലൻ സാധനമാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തോ ബ്ലാക്ക് മാർക്സ് ഉള്ളിടത്തോ ഒക്കെ ഇത് ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചെടുത്താൽ മതി. പിന്നെ എനിക്കിതിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഇതിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്.
എന്നിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇവിടെ ഒരു കുരു ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് ഗൈസ്, കാരണം ഇന്നിപ്പോൾ കുറേ മേക്കപ്പൊക്കെ ഇട്ടതല്ലേ, അതിൻ്റെ കുരുക്കളാണ് ഈ പൊങ്ങി വരുന്നത്. നല്ലോണം തേച്ച് കൊടുത്തിട്ട് ഓക്കെ. ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം റെറ്റിനോൾ സിറം, ഇത് ഈ ക്രീം ഞാൻ എൻ്റെ ഒരു റൊട്ടീനിൽ ഞാൻ ഇടുന്നതാണ്. ഈ ക്രീം നിർബന്ധമായിട്ട് നിങ്ങൾ ഇടുന്നില്ല. പിമ്പിൾസ് ഉള്ളവർക്കും പിമ്പിൾ വന്ന മാർക്സ് ഉള്ളവർക്കും ഈ ഒരു ക്രീം ഇട്ടാൽ കൊള്ളാം. പിന്നെ റെറ്റിനോൾ സിറം പിമ്പിൾസ് ഉള്ളവർ ഉറപ്പായിട്ടും ഇടണം. അത് നന്നായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ അത് പിമ്പിൾസ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ റെറ്റിനോൾ സിറം മാത്രമാണ് ഇടുന്നെങ്കിലും അതിനുശേഷം മോയ്സ്ചറൈസിങ് ക്രീം ഇടണം. ഈ ഒരു ക്രീം മാത്രമാണ് ഇടുന്നെങ്കിലും അതിനുശേഷം മോയ്സ്ചറൈസിങ് ക്രീം ഇടണം. ഇത് റെറ്റിനോൾ സിറം ഞാൻ ഡെയിലി യൂസ് ചെയ്യത്തില്ല, വീക്ക്ലി 3 times ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കോജിക് ആസിഡ് ആയിരിക്കും. അതായത് ഈ ബ്ലാക്ക് മാർക്സ് വന്ന ഇത് മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോജിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്. അപ്പം ഇതൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ ഓരോ ദിവസം ഇടവിട്ട് ഓരോന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നൈറ്റ് റൊട്ടീനിൽ ഞാൻ ഇടുന്ന 2 മോയ്സ്ചറൈസിങ് ക്രീമുണ്ട്. ഒന്ന് ബോഡി വൈപ്സിൻ്റെ ഓയിൽ കൺട്രോൾ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിപ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ക്രീം എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഗൈസ് ഡോട്ട് ആൻഡ് കീൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. കിടില മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഏകദേശം തീർന്നു ഗൈസ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു ചേച്ചി വരുന്ന സമയത്ത് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് വാങ്ങാം എന്ന് വിചാരിക്കുന്ന വേറൊരു സാധനമാണ് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം. എനിക്കിതിൻ്റെ ഈ ഡോട്ട് ആൻഡ് കീൻ്റെ പാക്കേജുള്ള എല്ലാ സംഭവങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കിക്കോണേ, ഇത് ഇവരുടെ മോയ്സ്ചറൈസിങ് ക്രീം, ഇത് അവരുടെ ലിപ് മാസ്ക് ആണ്. രണ്ടിൻ്റെയും ഈ പെട്ടിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടും എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഇടുന്നതും ചെയ്യുന്നതൊന്നും ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഈ ഒരു പ്രൊസീജിയറാണ്. എൻ്റെ പിമ്പിൾസ് കുറയാനും അല്ലെങ്കിൽ മാർക്സ് കുറയാനും ഒക്കെ കാരണം ഈ ഒരു സ്റ്റെപ്പാണ് എന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് തോന്നി. ഓക്കെ, നന്നായിട്ട് കഴുത്തിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അണ്ടർ ഐ ക്രീം. നിവ്യേൻ്റെ അണ്ടർ ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത്, നിവ്യ. ഇത് മേടിച്ചിട്ട് കുറേ നാളായി. പിന്നെ അണ്ടർ ഐ ക്രീം നമ്മൾ കുറച്ചല്ലേ യൂസ് ചെയ്യത്തുള്ളൂ, അതുകൊണ്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് പിടിപ്പിക്കും. കാരണം ഈ ഒരു കണ്ണിൻ്റെയൊക്കെ നമ്മൾ കണ്ണിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അത് നമ്മൾ വൈപ്പ് ചെയ്ത് കളഞ്ഞ് അടുത്ത് നമ്മൾ ക്ലെൻസും ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ തൊലി 2 ഭാഗത്തെ മുകൾ ഭാഗത്തേക്കോ കട്ടി കുറഞ്ഞ തൊലിയല്ലേ, ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ഈ അണ്ടർ ഐ ക്രീം ഇടുക. ഇത് കണ്ണിൻ്റെ ബ്ലാക്ക് മാർക്സ് മാറ്റാൻ വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് കണ്ണിൻ്റെ ഡ്രൈനെസ് മാറ്റാനും പിന്നെ നമുക്കൊന്നും രാവിലെ ഉറക്കണമെങ്കിൽ ഒരു ഉണർവ് കിട്ടാനും ഇത് യൂസ് ആവും. ഇനി അടുത്തൊരു സാധനം ഇപ്പോൾ എടുത്തിട്ട് വരാമേ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ലിപ്സ് ഇതോടെ നമ്മളെ പ്രൊസീജിയേഴ്സ് കഴിയുവാണ്. ഹെയർ ഒന്ന് ചെയ്യുക, കിടന്നുറങ്ങുക, ഇത്രയേ ഉള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. എല്ലാ ദിവസവും രാവിലെ ഉറക്കണമെങ്കിൽ ഈ തൊലി ഇങ്ങനെ വലിച്ചിളക്കാൻ എനിക്ക് സമയം ഉണ്ടാകത്തുള്ളൂ. ഞാൻ അപ്പോഴാണ് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഇത് UK ബേസ്ഡ് സൂപ്പർ ഡ്രഗിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ ഫീസ് എന്ന് പറയുന്ന ഒരു ലിപ് ബാമാണ്. ഇത് ഓവർനൈറ്റ് ലിപ് മാസ്ക് ആണ്. അതായത് ഒരു തെരിപ്പൊക്കെ ഉള്ള ഇങ്ങനെ ഒരു വെള്ള കളറിൽ ഒരു തരിപ്പൊക്കെ ഉള്ള ഒരു ലിപ് മാസ്ക് ആണ്. സൂപ്പർ ഡ്രഗിൽ വാങ്ങാൻ കിട്ടും. അതിപ്പോൾ ഇട്ട് കിടന്നതിന് ശേഷം എനിക്ക് ആ പീൽ ഓഫിൻ്റെ പ്രശ്നം നല്ലോണം കുറഞ്ഞു. എൻ്റെ നല്ല ഡ്രൈ ആൻഡ് ഡാർക്ക് ലിപ്സാണ്. അപ്പോൾ എനിക്ക് ആ ഡാർക്ക് ലിപ്സ് മാറി, പിങ്കായെന്നല്ല, ആ ഡ്രൈനെസ്സും മാറി, ആ പീൽ ഓഫിൻ്റെ ഒരു പ്രശ്നവും മാറി. അപ്പോൾ ഈ ഒരു മാസ്കും കൂടെ ഇട്ടായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ എൻ്റെ പ്രൊസീജിയേഴ്സ് ഇത്രയേ ഉള്ളൂ. ഇതോടെ എൻ്റെ നൈറ്റ് റൂട്ടീൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വലിയ ലെങ്തി വീഡിയോ ഒന്നും ആയിരിക്കത്തില്ലെന്ന് തോന്നുന്നു, കാരണം കുറേ കശപ്പശ സാധനങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഞാൻ നോർമലി ചെയ്തു വരുന്നത്. ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ മാറ്റത്തുള്ളൂ. ഈ റെറ്റിനോൾ സിറത്തിന് പകരം റെറ്റിനോൾ സിറം നമുക്ക് ദിവസം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം സാലിസിലിക് ആസിഡോ കോജിക് ആസിഡോ യൂസ് ചെയ്യും. ഇത് കൊണ്ട് മാത്രമല്ല എൻ്റെ പിമ്പിൾസ് കുറഞ്ഞത്. പിമ്പിൾസ് സത്യം പറഞ്ഞാൽ നല്ല കുറവുണ്ട് ഗൈസ്. കാരണം ഞാൻ മുന്നിലത്തെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലുണ്ട്, യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കുറവുണ്ട്. അപ്പോൾ
മോർണിംഗ് ഒരു റൊട്ടീനും കൂടി ഉണ്ട്. മോർണിംഗ് റൊട്ടീൻ എനിക്ക് ഷിഫ്റ്റ് ഇല്ലാത്തൊരു ദിവസം നേരത്തെ ഉറക്കം അടിച്ചിട്ട് വേണം ഞാൻ ആ റൊട്ടീൻ എടുത്തു തരാം. അല്ലാണ്ട് എനിക്കിപ്പോൾ മോർണിംഗ് റൊട്ടീൻ കാണിക്കാൻ, കാരണം ഷിഫ്റ്റ് ഉള്ളവസൊക്കെ ചടപടി ഓടിച്ചാടി ഷിഫ്റ്റിനൊക്കെ പോകുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പം ഇതാണ് എൻ്റെ ഫേസ് പ്രൊസീജിയേഴ്സ്, അതായത് ഒരു നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. എൻ്റെ രാവിലെ 6 മണിക്ക് ഷിഫ്റ്റ് ഉണ്ട്. സോ നേരത്തെ ഉറക്കം എനിക്ക് പോവാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് അമ്മൂസ് ഇൻസ്റ്റ ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം എൻ്റെ ലൈഫ് സ്റ്റൈലും വ്ളോഗും എൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അതിലായിരിക്കും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക. സോ എനിവേ, ബൈ ഫ്രം നീരജ് അമ്മൂസ്.